ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പോകാൻ പോകുന്നത്, ഞാൻ കുറേയായി ഈ സ്ഥലത്തേക്കൊന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടിയത്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ തിരുവനന്തപുരത്തുള്ള മടവൂർപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. തിരുവനന്തപുരം സിറ്റിക്കകത്തുനിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല ഈ സ്ഥലത്തേക്കെത്താൻ. ഓൾമോസ്റ്റ് ഒരു 14-15 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഫൈനലി നമ്മൾ മടവൂർപ്പാറയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു പാർക്കിംഗ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് നമ്മുടെ പേരും ഫോൺ നമ്പറും അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ട് നമുക്കവിടെ അകത്ത് പ്രവേശിക്കാവുന്നതാണ്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയൊരു പാർക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കല്ലിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നടന്നു കയറുന്നത് പാറയുടെ പൊക്കത്തേക്കാണ്. അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ചെറിയൊരു ടോയ്ലറ്റ് സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. മേഘങ്ങളൊക്കെ നല്ല കറുത്ത് ഇരുണ്ട്, മഴ ഇപ്പം പെയ്യും എന്ന രീതിയിലായിരുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഈ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി ചെറിയൊരു സ്റ്റേജ് പോലെ ഇവിടെ കെട്ടിയിരിക്കുന്നത് കാണാം. അതിന് തൊട്ടടുത്തായിട്ട് ഈ സ്ഥലത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ബാംബൂ ബ്രിഡ്ജ് നമുക്ക് കാണാം. 110 മീറ്റർ നീളമുള്ള ഈ ബാംബൂ ബ്രിഡ്ജിൽ കൂടി നടന്നെത്തുന്നത് വേറൊരു പാറയുടെ മുകളിലേക്കാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ബട്ട് നമുക്ക് ആ വ്യൂ കിട്ടിയില്ല ഗൈസ്. ആ ബ്രിഡ്ജ് ടെമ്പററി ആയിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. വെയിലും മഴയും കൊള്ളാതിരിക്കാനും വിശ്രമിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ചെറിയ മുള കൊണ്ടുള്ള കൂടാരങ്ങൾ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. കൂടാതെ കുടുംബശ്രീക്കാർ നടത്തിയിരുന്ന ചെറിയൊരു ക്യാൻറ്റീൻ സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഈ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് കഴക്കൂട്ട സിറ്റി കംപ്ലീറ്റ് നമുക്ക് ഈ പാറയുടെ ഭാഗത്തു നിന്ന് കാണാവുന്നതാണ്. ഈ പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് പോകുന്നതും ഒരു വഴിയാണ്. എന്ന് വെച്ചാൽ ആക്ച്വലി 2 വഴികളുണ്ട് ഈ മടവൂർപ്പാറയിലേക്ക് വരാൻ വേണ്ടി. നമ്മൾ വന്നത് ഫ്രണ്ട് വഴിയാണ്, ഇപ്പോൾ ഈ കാണിക്കുന്നത് ബാക്ക് വഴിയാണ്. താഴെ ചെല്ലുമ്പോൾ ചെറിയൊരു ജലാശയം പോലെ ഇവിടെ കെട്ടി വച്ചേക്കുന്നത് കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800 അടി ഉയരത്തിലാണ് ഈ മടവൂർപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഈവനിങ് ടൈമിൽ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും വന്നിരിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ് മടവൂർപ്പാറ. പിന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അവധിയായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.